നർമ്മം കൊണ്ട് സമ്പന്നമായൊരു പ്രദേശമാണ് കേരളം, യാതൊരു സംശയമില്ല. അത് പഴയ കാലത്താണെങ്കിൽ തോലകവി, കുറച്ചുകൂടി കഴിയുമ്പോൾ 18-ാം നൂറ്റാണ്ടാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ, പിന്നെ നമ്മുടെ 20-ാം നൂറ്റാണ്ടിൽ ഒരുപടി ആളുകൾ, ബഷീർ, സഞ്ജയൻ, VKN, അങ്ങനെ എത്രയെങ്കിലും ഇനി ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കാം. പല തരത്തിൽ വെളു കൃഷ്ണൻകുട്ടി മുതൽ അങ്ങനെ സുകുമാർ, നമ്മുടെ ചിത്രകാരന്മാർ, കാർട്ടൂണിസ്റ്റുകൾ. അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം, ഇപ്പോഴുള്ളൊരു പ്രശ്നം, നമുക്ക് ഒരു സാമൂഹ്യ ജീവിതം ചുരുങ്ങി വരികയും നമ്മുടെ ഹാസ്യത്തിൻ്റെ ഉൽപ്പാദനവും ആസ്വാദനവും വളരെ മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് എങ്ങനെയാണ്, ഇപ്പോൾ 2 ഫലിത പാരമ്പര്യങ്ങളാണ് കേരളത്തിലുള്ളത് പ്രധാനമായിട്ട്. ഒന്ന് നമ്പൂരി ഫലിതം, വേറൊന്ന് മാപ്പിള തമാശകൾ. അതിൻ്റെ ഒരു പുസ്തകമാണ് ഇവിടെ പറഞ്ഞത്, കണ്ടോ, ഞാൻ കച്ചവടക്കാരനായി മാറുന്നത് കണ്ടോ. അപ്പോൾ അന്നൊരു സാമൂഹ്യ ജീവിതമുണ്ട്. നമ്പൂരി തൻ്റെ കഥാപാത്രം നമ്പൂരിയാട്ടോ, വെടിവട്ടം എന്ന് പറയും. മാപ്പിളമാർ ഹരം പറയാ, സ്വീപ്പ് പറയാ, സൊറ പറയാ. സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഏറ്റവും അഗാധമായ, വളരെ വെൽനിറ്റായ, ഗാഠമായ സാമൂഹ്യ ബന്ധങ്ങൾ, അതുപോലെ ഒരുതരം യാഥാസ്ഥിതികത, ഇതൊക്കെ ആയിട്ടാണ് ഈ ഫലിതമൊക്കെ ഉണ്ടാവുന്നത്. കാരണം ഇപ്പോൾ നമ്പൂരിക്ക് തീവണ്ടി വരുമ്പോൾ അതിനെ പരിഹസിക്കേണ്ടി വരും. എന്നുവെച്ചാൽ അദ്ദേഹം തീവണ്ടിയിൽ പോകുമ്പോൾ, തീവണ്ടി എങ്ങനെയുണ്ട്, ഒരു കുഴപ്പമില്ല, ആ വളവിലെത്തുമ്പോൾ ഒരു അടിയുണ്ട് എന്നാണ്. എന്താ വെച്ചാൽ അദ്ദേഹം ചില്ലുണ്ടെന്ന് അറിയാതെ പുറത്തേക്ക് തുപ്പി, അപ്പോൾ ചില്ലാകുമ്പോൾ അടുത്തിരിക്കുന്നവൻ അടിക്കും. അതാണ് അവിടെ എത്തുമ്പോൾ ഒരു അടിയുണ്ട് എന്നാണ്. RTA ഓഫീസിൽ കമ്പ്യൂട്ടർ എത്തി എന്ന് പറയുമ്പോൾ ഒരു മാപ്പിളയുടെ പ്രതികരണം, അല്ലോ ആ അമുക്കിനും കൊടുക്കേണ്ടി വരും ഇനി കൈക്കൂലി എന്നാണ്. അങ്ങനെ പുതിയ സാധനങ്ങൾ വരുമ്പോൾ അത് ചിരിച്ച് തള്ളുക. അതൊരു മെക്കാനിസമാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാന കാര്യം, ഈ ഹാസ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ വിമർശനത്തിൻ്റെ ഒരു ഉപകരണമാണ്. അതുകൊണ്ടുകൂടിയാണ് സന്ദേശം, അതായത് നമ്മൾ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ വിമർശിക്കാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ എന്നെപ്പോലെ അനേക ആളുകൾ TV ചാനലിൽ, ലേഖനങ്ങളിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, യൂട്യൂബിൽ ഒക്കെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തമാശയായിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. എന്താ കാര്യം, തമാശയ്ക്കും മറ്റവനും ചിരിച്ചു പോകും. ആര്? നമ്മുടെ എതിരാളി, വിത്തിൻ കോട്സ് എതിരാളി എന്ന് പറഞ്ഞാൽ നമ്മളെ എതിർപക്ഷത്തുള്ള ഒരാൾ പാർട്ടി വിശ്വാസം കൊണ്ടോ, അല്ലെങ്കിൽ വേറെ കച്ചവടത്തിൻ്റെ വകയിലോ, അല്ലെങ്കിൽ മതവിശ്വാസത്തിൻ്റെ വകയിലോ, ജാതി ആചാരത്തിൻ്റെ വകയിലോ, അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ വകയിലോ ഒക്കെ